നമസ്കാരം, ഞാൻ അഡ്വക്കേറ്റ് നെൽസൺ തോമസ്. കേരള ജനതയ്ക്കും അതോടൊപ്പം തന്നെ കോൺഗ്രസ് പ്രവർത്തകർക്കും വളരെയേറെ പ്രതീക്ഷയോട് കാത്തിരിക്കുകയാണ്. മെയ് മാസം 4-ാം തീയതി കഴിയുമ്പോൾ UDF അധികാരത്തിൽ വരികയും അതിന്റെ മുഖ്യമന്ത്രി ആര് എന്നുള്ളത്. എന്നെ സംബന്ധിച്ചിടത്തോളം എന്റെ കാഴ്ചപ്പാടിന്റെ അടിസ്ഥാനത്തിലാണ് പറയുന്നത്. വ്യത്യസ്ത അഭിപ്രായങ്ങൾ ഉണ്ടാകാം, കാരണം ജനാധിപത്യമാണല്ലോ, അവരവരുടെ അഭിപ്രായങ്ങൾ പറയുന്നതിൽ തെറ്റില്ല. പക്ഷെ എനിക്ക് ഞാൻ പറയുന്നതിന് എനിക്ക് എന്റേതായ ന്യായീകരണങ്ങൾ ഉണ്ട് എന്ന് മാത്രം. ഞാൻ പറയുന്നത്, കേരളത്തിന്റെ മുഖ്യമന്ത്രിയായി ശ്രീ രമേശ് ചെന്നിത്തല വരാൻ ആഗ്രഹിക്കുന്ന വ്യക്തിയാണ് ഞാൻ. അത് വ്യക്തിബന്ധങ്ങൾ കൊണ്ട് മാത്രമല്ല. അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം KSUവിന്റെ സംസ്ഥാന പ്രസിഡന്റ്, യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ്, KSUവിന്റെ ദേശീയ പ്രസിഡന്റ്, അതോടൊപ്പം തന്നെ യൂത്ത് കോൺഗ്രസിന്റെ അഖിലേന്ത്യാ പ്രസിഡന്റ് എന്ന തരത്തിലൊക്കെ പ്രവർത്തനങ്ങൾ നടത്തി വന്ന വ്യക്തി, കേരളത്തിന്റെ AICC ജനറൽ സെക്രട്ടറി ആയി വന്ന ആൾ, അങ്ങനെ വളരെ ഘട്ടം ഘട്ടമായ പ്രവർത്തന ശൈലിയിലൂടെ കരുണാകരൻ മന്ത്രിസഭയിൽ ആദ്യത്തെ മന്ത്രിയായി മാറുന്നു. 1982 ഹരിപ്പാടിനെ പ്രതിനിധിച്ച് MLA ആകുന്നു. 86-87 കാലഘട്ടത്തിൽ കരുണാകരൻ മന്ത്രിസഭയിൽ റൂറൽ ഡെവലപ്മെന്റില് അദ്ദേഹം മന്ത്രിയായി വരുന്നത്. ഒരു കാര്യം വളരെ വ്യക്തമാണ്, അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന്റെ ജീവിതത്തിന്റെ ഓരോ പടികളിലും കൃത്യമായ സംഘടനാ പാഠവും തെളിയിച്ചിട്ടുള്ള വ്യക്തിയാണ്. അദ്ദേഹം യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന പ്രസിഡന്റ് ആയിരിക്കുമ്പോഴും KSU സംസ്ഥാന പ്രസിഡന്റ് ആയിരിക്കുമ്പോഴും ആ പ്രസ്ഥാനം വളരെ ശക്തിയുക്തമായി മുന്നോട്ട് പോയി എന്നുള്ളത് നമുക്കറിയാം. അദ്ദേഹം നയിച്ച ജാഥകൾ വളരെയേറെ ചർച്ചയാണ്. അദ്ദേഹം KPCC പ്രസിഡന്റ് ആയിട്ടിരിക്കുമ്പോഴും അദ്ദേഹം അത്തരത്തിലുള്ള ജാഥകൾ സംഘടിപ്പിച്ചു. ജനങ്ങൾ ഇളകി മറിഞ്ഞു. അദ്ദേഹത്തോടൊപ്പം നിൽക്കുന്ന വലിയ സംഘടനയെ നയിക്കുന്നതിൽ കരുത്ത് കാണിച്ച വ്യക്തിയാണ് അദ്ദേഹം. AICC ജനറൽ സെക്രട്ടറി ആയി എന്ന് ഞാൻ പറഞ്ഞു. അതിനുശേഷം 2005 മുതൽ അദ്ദേഹം 2001 AK ആന്റണി മന്ത്രിസഭയിൽ മന്ത്രിയായിരുന്നു. എന്നാൽ 2004 മുതൽ 2014 കാലഘട്ടം വരെ അദ്ദേഹം KPCCയുടെ പ്രസിഡന്റ് ആയിരുന്നു. അദ്ദേഹം പ്രസിഡന്റ് ആയിരുന്ന ആ ദീർഘകാലഘട്ടം പാർട്ടിയെ ശക്തമായ രീതിയിൽ അദ്ദേഹം മുന്നോട്ട് കൊണ്ടുവന്നു. 2014-2016 കാലഘട്ടത്തിൽ ഉമ്മൻചാണ്ടി മന്ത്രിസഭയിൽ അദ്ദേഹം ആഭ്യന്തരമന്ത്രിയായിരുന്നു. അദ്ദേഹം സുപ്രധാനമായ രണ്ട് തീരുമാനങ്ങൾ എടുത്തു. അത് രണ്ടും നടപ്പിലാക്കി. ഒന്ന് ഓപ്പറേഷൻ കുബേര, രണ്ടാമത്തത് ജനകീയ പോലീസ് സ്റ്റേഷനുമായി ബന്ധപ്പെട്ട്. ജനകീയ പോലീസ് സ്റ്റേഷൻ വന്നതോടുകൂടി ജനങ്ങൾക്ക് പോലീസുമായി ചേർന്ന് നിൽക്കുവാൻ, ഇവിടുത്തെ ക്രൈമുകൾ കുറയ്ക്കുവാനും ഒക്കെ കഴിഞ്ഞത് വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമായി നമ്മൾ കാണണം. എന്നാൽ 2016 പിണറായി ഗവൺമെന്റ് അധികാരത്തിൽ വന്നപ്പോൾ അദ്ദേഹം കേരളത്തിന്റെ പ്രതിപക്ഷ നേതാവായി മാറി. അദ്ദേഹം പ്രതിപക്ഷ നേതാവായി മാറിയ സമയം, അദ്ദേഹം പ്രതിപക്ഷ നേതാവായ കാലഘട്ടം വളരെയേറെ ചർച്ച ചെയ്യപ്പെടേണ്ടതാണ്. പിണറായി വിജയന് ഭരിക്കാൻ പോലും കഴിഞ്ഞില്ല. കാരണം എന്താണെന്ന് ചോദിച്ചാൽ, കൃത്യമായ ചോദ്യങ്ങൾ, കൃത്യമായ ഇടപെടലുകൾ, കൃത്യമായ വിശദമായ രീതിയിൽ വിഷയ അവതരണങ്ങൾ. അതിന്റെ ഫലമായി എന്ത് സംഭവിച്ചു? പിണറായിയോടൊപ്പം നിന്ന് 5 മന്ത്രിമാർ രാജിവെക്കേണ്ടി വന്നു. അപ്പോൾ ചോദിക്കും, ഇത്രയൊക്കെ ചെയ്തിട്ട് എന്തുകൊണ്ട് രണ്ടാം പിണറായി അധികാരത്തിൽ വന്നു? നമുക്കറിയാം, വലിയ പ്രതിസന്ധിയുടെ കാലഘട്ടമായിരുന്നു. ഒന്നാം പിണറായി ഭരണത്തിന്റെ അവസാന കാലഘട്ടം വലിയ പ്രതിസന്ധിയുടേതായിരുന്നു. ഇവിടെ വെള്ളപ്പൊക്കം വന്നു, ജനങ്ങൾ വളരെയേറെ പ്രതിസന്ധിയിലായി. ഇവിടെ കൊറോണ വന്നു. ഈ രണ്ട് സാഹചര്യങ്ങളെ അതിജീവിക്കാൻ രാഷ്ട്രീയം മറന്ന് ജനം ഒരുമിച്ച് നിന്നു. ഒരു കൂട്ടായ പ്രവർത്തനമുണ്ടായി. മുഖ്യമന്ത്രി എന്നും വൈകിട്ട് ജനങ്ങളോട് സംവാദിച്ചു. ജനങ്ങൾ കൂടെ നിന്നു. അതിന്റെ ഫലമായിട്ടാണ് രണ്ടാം ഗവൺമെന്റ് വന്നത്. അങ്ങനെ രണ്ടാം പിണറായി വന്നതിന് ശേഷം പിണറായിയുടെ ധാർഷ്ട്യം വർദ്ധിച്ചു. മരുമോനിസവും പിണറായിസവും ഒക്കെ ജനങ്ങൾ കാണേണ്ടി വന്നു. ആ ധാർഷ്ട്യത്തിനെതിരെ വിധി എഴുതുവാൻ ജനത്തിന് വന്ന ഒരു അവസരമാണ് രണ്ടാം പിണറായി ഗവൺമെന്റ് എന്ന് പറയുന്നത്. പക്ഷേ ഒന്നാം പിണറായി ഗവൺമെന്റിൽ ഒന്നും ചെയ്യാൻ കഴിയാതിരുന്ന പിണറായി രണ്ടാം ഗവൺമെന്റിലാണ് എന്തെങ്കിലുമൊക്കെ കാട്ടിക്കൂട്ടിയത്. പക്ഷേ എന്ത് ചെയ്തു? പിണറായിയുടെ ധാർഷ്ട്യം കേരളത്തിലെ ജനങ്ങൾ കണ്ടില്ലെന്ന് നടിക്കാതിരിക്കില്ല. അതിനെതിരെ ശക്തമായ വിധിയെഴുത്തുകൾ ഉണ്ടാകാൻ പോകും. പിണറായിയുടെ ജനങ്ങൾക്ക് വളരെയേറെ അകൽച്ചയുണ്ടായി. അദ്ദേഹം വിശ്വാസങ്ങൾക്കിടയിൽ കൈകടത്തി. അതിനൊക്കെ ശക്തമായ രീതിയിൽ പ്രതിഷേധവുമായി കോൺഗ്രസ് പാർട്ടി വന്നു. അങ്ങനെ ഈ രണ്ടാം പിണറായി സർക്കാർ എങ്ങനെയെങ്കിലും മാറണമെന്ന് കേരളത്തിലെ ജനം ആഗ്രഹിച്ചു. പക്ഷേ നമുക്കറിയാം, 2016 മുതൽ 2021 വരെ പ്രതിപക്ഷ നേതാവായിരുന്ന ശ്രീ രമേശ് ചെന്നിത്തല രണ്ടാം തവണയും പ്രതിപക്ഷത്തെ നേതാവാകുമെന്ന ഒരു സാഹചര്യം വന്നിരുന്നു. എന്നാൽ AICC ഒരു നിലപാട് സ്വീകരിച്ചു. ആ നിലപാടിനെ എതിർക്കാൻ അദ്ദേഹം തയ്യാറായില്ല. അദ്ദേഹം എന്താണോ AICC പറഞ്ഞിട്ടുള്ളത്, AICC എന്നും എടുത്തിട്ടുള്ള നിലപാടുകൾക്കൊപ്പം നിന്ന നേതാവാണ്. രാഷ്ട്രീയത്തിൽ അദ്ദേഹത്തിന്റെ വ്യക്തിമുദ്ര പാർട്ടിക്കെതിരെ സംസാരിക്കുന്നതിൽ നിന്ന് അദ്ദേഹം വളരെ ശ്രദ്ധ പതിപ്പിച്ചിരുന്നു എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. ഒന്നാം പിണറായി സർക്കാരിന്റെ ആ പ്രവർത്തനം രണ്ടാം പിണറായി സർക്കാരിൽ ഉണ്ടായില്ല എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. അദ്ദേഹം ഇപ്പോൾ
പിണറായിക്കെതിരെ കേരള ജനത വിധിയെഴുതുകയാണ്. ഇത് എന്തിനുള്ള വിധിയെഴുത്താണെന്ന് ചോദിച്ചാൽ പിണറായിയുടെ ധാർഷ്ട്യത്തിനെതിരെയാണ്. ജനം പറഞ്ഞത് എന്താണ്? ഇവിടെ വികസനം പോലും ചർച്ച ചെയ്യപ്പെടുന്നില്ല. എന്തായിരുന്നു വികസനം? കടമെടുപ്പിന്റെ വികസനമാണ് ഉണ്ടായത്. അതിനെപ്പറ്റി ചർച്ച ചെയ്യാനല്ല ജനം കരുതിയത്. ഈ തെരഞ്ഞെടുപ്പ് പറയുന്നത് 140 മണ്ഡലങ്ങളിലും ആഞ്ഞടിച്ചത് പിണറായിയുടെ വൃത്തികെട്ട ധാർഷ്ട്യത്തെയും ആ വൃത്തികെട്ട രാഷ്ട്രീയത്തിനെതിരെ ശക്തമായ രീതിയിലുള്ള വിധിയെഴുത്താണ് ഇപ്പോൾ നടന്നത്. അതുകൊണ്ടാണ് ഞങ്ങൾ ശുഭാപ്തി വിശ്വാസക്കാരായിരിക്കുന്നത്. മെയ് 4-ാം തീയതി റിസൾട്ട് വരുമ്പോൾ UDF അധികാരത്തിൽ വരും. അപ്പോ ഞാൻ എന്റെ അഭിപ്രായം രേഖപ്പെടുത്തുന്നു, ശ്രീ രമേശ് ചെന്നിത്തല കേരളത്തിന്റെ മുഖ്യമന്ത്രിയായി വരണമെന്ന്. അപ്പൊ VD സതീശനെ പോലെ ഒരാൾ യോഗ്യനല്ല എന്നോ ആ ഒരു ചർച്ചയല്ല പോകും. VD സതീശനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന് ഇനിയും സമയങ്ങളുണ്ട്. അദ്ദേഹം രണ്ടാമത്തെ പ്രതിപക്ഷ നേതാവായി വന്നു. അപ്പോൾ ഒന്നാമത്തെ ആൾ ഇവിടെ നിൽക്കുന്നു എന്നുള്ളത് കൊണ്ടും അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ എക്സ്പീരിയൻസിന് ഉപരിയായുള്ള മന്ത്രിയായിരുന്ന പല മേഖലകളിൽ തന്റെ കഴിവ് തെളിയിച്ചിട്ടുള്ള ശ്രീ രമേശ് ചെന്നിത്തലയ്ക്ക് സാധ്യതകൾ ഏറെ ആയതുകൊണ്ടാണ് ഞാൻ അദ്ദേഹത്തെ ആ മന്ത്രിസ്ഥാനത്ത് മുഖ്യമന്ത്രിയാകണമെന്ന് ആഗ്രഹിക്കുന്നത്. അതോടൊപ്പം തന്നെ പറഞ്ഞു കേൾക്കുന്ന പേരാണ് ഞങ്ങളുടെ AICCയുടെ ജനറൽ സെക്രട്ടറി, അതോടൊപ്പം തന്നെ ഈ ഇന്ത്യ മഹാരാജ്യത്തിന്റെ പാർട്ടിയുടെ ചാർജ് വഹിക്കുന്ന ജനറൽ സെക്രട്ടറി ആയിട്ടുള്ള KC വേണുഗോപാൽ. ഒരു കാര്യം വളരെ വ്യക്തമാണ്, അദ്ദേഹം ഇലക്ഷന് മത്സരിക്കുന്നതിന് മുമ്പ് കൃത്യമായി അടിവരയിട്ടു പറഞ്ഞു, ഞാൻ മത്സരിക്കുന്നില്ല, ഞാൻ മുഖ്യമന്ത്രിയാകാൻ ആഗ്രഹിക്കുന്നില്ല എന്ന് പറഞ്ഞ അദ്ദേഹം ഒരു കാരണവശാലും തിരിച്ച് ഈ ഒരു ആവശ്യത്തിലേക്ക് ഉന്നയിക്കത്തില്ല. എന്നാൽ അദ്ദേഹത്തെ ഇങ്ങോട്ട് കൊണ്ടുവരണമെന്ന് ചിലരൊക്കെ പത്രങ്ങളുമൊക്കെ ആഗ്രഹിക്കുമ്പോൾ ഞങ്ങൾക്ക് അടിയുറച്ച വിശ്വാസമുണ്ട്. കേരളത്തിൽ മത്സരിച്ച് വിജയിച്ച MLA-മാരിൽ നിന്ന് സീനിയോറിറ്റിയുടെ അടിസ്ഥാനത്തിൽ, വ്യക്തമായ ലീഡർഷിപ്പിന്റെ അടിസ്ഥാനത്തിൽ ഒരു നേതാവിനെ കണ്ടുപിടിക്കുന്നതിന് മുഖ്യധാരയിൽ നിൽക്കുന്ന നേതാവായിരിക്കും KC വേണുഗോപാൽ. അദ്ദേഹം ഒരിക്കലും അധികാരത്തിൽ കിച്ചു തൂങ്ങുന്ന ഒരാളല്ല എന്ന വ്യക്തമായ ധാരണ എനിക്കുണ്ടതുകൊണ്ടാണ് ആത്മവിശ്വാസത്തോടുകൂടി അദ്ദേഹത്തിന്റെ പേര് വന്നപ്പോൾ ഞാൻ ഇങ്ങനെ സംസാരിക്കുന്നത്. ഉറപ്പാണ് UDF, അതോടൊപ്പം തന്നെ ശ്രീ രമേശ് ചെന്നിത്തല കേരളത്തിന്റെ മുഖ്യമന്ത്രിയാകണമെന്ന് ഞാൻ ആഗ്രഹിച്ചതിന്റെ കാരണം ഇതൊക്കെയാണ്. നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു.